ഹലോ കൂട്ടുകാരെ, അപ്പോൾ ദേ ഇന്ന് കർക്കിടക വാവ് അമ്മച്ചി അച്ഛനും കൂടി രാവിലെ അമ്പലത്തിലൊക്കെ പോയി ബലിയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞ് ദേ വാവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്പെഷ്യലാണ് എല്ലാ കർക്കിടക വാവിനും ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അവിടെയും ഇതുപോലെ വാവിൻ്റെ അന്ന് അട ഉണ്ടാക്കാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. സുജീഷേട്ടൻ ഇവിടെ ഇല്ല. സുജീഷേട്ടൻ ഒരു പ്രോഗ്രാം ആയിട്ട് തമിഴ്നാട്ടിൽ പോയേക്കാണ്. ഇന്ന് രാത്രി ആൾ എത്തുള്ളൂ. കാരണം ഈ വർഷം ആൾക്ക് ബലി ഇടാൻ പറ്റിയില്ല. ദേവൂട്ടൻ ദേ താഴെ ഇരുന്ന് അടയുടെ ഉള്ളിലുള്ള ശർക്കരയും തേങ്ങയും കൂടെയുള്ള ഫില്ലിങ് കഴിക്കാണ്. മോട്ടൻ ദേ തോർത്തൊക്കെ എടുത്ത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ദേ ഒരു അടയും ചായയും എടുത്ത് കഴിക്കാനായിട്ട് വന്നിരുന്നപ്പോഴേക്കും രണ്ടെണ്ണം എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ദേവൂട്ടൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കഴിക്കാനായിട്ട്. രണ്ടുപേർക്കും ആദ്യമേ തന്നെ ഞാൻ കുറച്ച് അടയൊക്കെ കൊടുത്തായിരുന്നു. പക്ഷെ കഴിക്കണ കാര്യത്തിൽ രണ്ടുപേർക്കും ഭയങ്കര മടിയാണ്. ചില സമയത്ത് ദേവൂട്ടന് ഭയങ്കര വാശിയാണ്. അവൻ ദേ ആ ഫില്ലിങ് കഴിച്ചുകൊണ്ടിരിക്കണം എൻ്റെ കയ്യിൽ. പക്ഷെ താഴെ ഇരുന്നവന് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ദേ കട്ടൻ ചായയൊക്കെ കുടിച്ച് ഞാൻ വേഗം ദേവൂട്ടന് ഇത്തിരി പാലൊക്കെ കൊടുത്ത് ഉറക്കി. 1:30 ആയപ്പോഴേക്കും നമ്മൾ വീത് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ മോനൂട്ടനാണ് കേട്ടോ അപ്പനെ വീത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾക്ക് എന്തായാലും അത് ഭയങ്കര ഹാപ്പി. കറികളെല്ലാം അവൻ തന്നെയാണ് വിളമ്പിയത്. അപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങ് നിങ്ങളുടെ അവിടെ ഉണ്ടോയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. വീത് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കർക്കിടകാവ്, ശിവരാത്രി അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ വിട്ടുപോയ പിതൃക്കൾക്ക് ഭക്ഷണം ഒരുക്കി വെക്കും. പല സ്ഥലത്തും പല രീതിയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതേ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം ഡോറ് ക്ലോസ് ചെയ്തിടും. അപ്പോൾ അവർ വന്ന് ഭക്ഷണം കഴിക്കണം നമ്മുടെ വിശ്വാസം. അപ്പോഴേക്കും നമ്മുടെ മോനത്തെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അവനെല്ലാം എരിവില്ലാത്ത രീതിയിൽ അമ്മമ്മ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അമ്മച്ചി അച്ഛയൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ കഴിക്കാനിരുന്നു. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്കും കുശാലാണ്. ചിക്കനും ബീഫും മീനും ഒക്കെ അച്ഛന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കാനിരുന്നപ്പോഴേക്കും അമ്മച്ചി ദേവൂട്ടനായിട്ട് കുറച്ച് നേരം പുറത്തേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റി. അപ്പം നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാണ് കർക്കിടകാവിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.